സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ഇത് ഞാൻ സിമ്പിൾ ആണെന്ന് പറയാനുള്ള റീസൺ ബിക്കോസ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം ഒരു ചിക്കൻ മസാല പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് ദം ചെയ്തെടുക്കുവാണ്. മാത്രമല്ല ഈ ഒരു മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം, അതായത് അണിയൻസ്, ചില്ലി, ഗാർലിക്, ജിഞ്ചർ, കൊറിയാണ്ടർ, ഇതെല്ലാം ഞാൻ ചോപ്പർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണത്. അപ്പോൾ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ മസാല പ്രിപ്പയർ ചെയ്യാം. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ മസാല പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടാണ് ദം ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ഹീറ്റ് ആകുമ്പം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പം അതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് നൈസായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഈ ഒരു അണിയൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് ദം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാനിത് കറിയിലൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് വളരെ ചെറിയൊരു സവാള മാത്രമേ ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ഈ അണിയൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു 4 വലിയ സവോള ചോപ്പറിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു അണിയൻ്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 10 വലിയ വെളുത്തുള്ളി, പിന്നെ ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ പീസ്, പിന്നെ ഒരു 4 പച്ചമുളക്, ഇതെല്ലാം കൂടെ ചോപ്പറിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നന്നായിട്ട് സോട്ടായി കിട്ടണം. അതായത് അതിൻ്റെ കളർ ഫെയ്ഡായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കിത് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ഹീപ്ഡ് ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് ഫൈനലി ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് സോട്ടായി കഴിയുമ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഗ്രേവിയുടെ ആവശ്യാനുസരണം വെള്ളം ചേർക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പേ ചേർക്കുന്നുള്ളൂ. കാരണം ഇത് ഒരുപാട് ലൂസായിട്ട് നമുക്ക് വേണ്ട, ഒരു സെമി തിക്ക് ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പം ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കിലോളം ചിക്കൻ ഉണ്ട്. ചിക്കൻ തൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ടിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതായത് ഈ ചിക്കൻ്റെ പുറത്ത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരണം. അത് ആ ഒരു രീതിയിൽ നമ്മളിത് സോട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കറിയിലിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കും. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൂടെ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടത് ഒരു സെമി തിക്ക് ഗ്രേവിയാണ് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വേണ്ടത്. സോ അതനുസരിച്ച് വെള്ളം ചേർക്കുക. അപ്പോൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഒരു 80% കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ചിക്കൻ ഒരു 80% കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിടി ഫൈനലി ചോപ്പ് ചെയ്ത് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ചിക്കൻ്റെ മസാല വേണ്ടത്. അടുത്തതായി ബിരിയാണി റൈസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ റൈസ് ഞാനിവിടെ വറ്റിച്ചല്ല ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം ഡ്രെയിൻ ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അരിയുടെ 3 ടൈംസ് ക്വാണ്ടിറ്റി വെള്ളം ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 പീസ് പട്ട, ഒരു 2-3 സ്റ്റാർ അനീസ്, 2 ഏലക്ക, 2-3 പീസ് ഗ്രാമ്പൂ, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതായത് ഉപ്പ് കുറച്ച് കയറി നിൽക്കണം, ആ ഒരു രീതിയിൽ ഉപ്പും, പിന്നെ ഒരു 1/2 മുറി നാരങ്ങയുടെ ജ്യൂസും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഈ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനത് സ്ട്രെയിൻ ചെയ്ത് മാറ്റും. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കുമ്പോൾ അത് കടിക്കും. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്നുകൂടെ അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന അരി കൂടെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. അരി ഒരു 70-80% കുക്കായാൽ മതി. കാരണം നമ്മൾ ഇനി ഇത് ദം ചെയ്യും. അപ്പോൾ ഇതേ അരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യാനായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത ചിക്കൻ മസാലയുടെ മുകളിലേക്ക് ഈ അരി ഇട്ട്
ഒന്ന് നമുക്ക് ദം ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അരി ഇടുമ്പോൾ ഒരിക്കലും അത് പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കി വെക്കില്ല. അത് ബ്രീത്തബിൾ ആയിരിക്കണം, അതായത് ആവി കയറാൻ പറ്റണം. അപ്പം കുറച്ച് അരി ഇട്ടിട്ട് ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് മല്ലിയിലയും തൂവുന്നുണ്ട്. എന്നിട്ട് പിന്നെയും ബാക്കി അരി ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെയും കുറച്ച് ഗരം മസാലയും മല്ലിയിലയും പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഫ്രൈഡ് ഒണിയനും കൂടെ ഇട്ടതിന് ശേഷം ഹീറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാനിതൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിയുമ്പം ഹീറ്റ് ഓഫ് ചെയ്തിട്ട് പിന്നെയും ഞാൻ ഇതിനെ ഒരു മുക്കാൽ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതായത് ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേ ആ ഒരു റൈസിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ മുക്കാൽ മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കണേ.